الله التامات من كل شيطان وهامة ومن كل عين لامة يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, തർബിയ കൈതക്കാട് യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ വൈജ്ഞാനിക സദസ്സിന്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. അഭ്യന്തരായ മുദരിസ് ഹനീഫ് ദാരിമി ഉസ്താദ്, അധ്യക്ഷർ അഭ്യന്തരായ MC ഇബ്രാഹിം ഹാജി, അഭ്യന്തരായ TKC അബ്ദുൽ ഖാദർ ഹാജി, C അബ്ദുസ്സലാം ഹാജി, AV കരീം ഹാജി, AC റസാഖ് ഹാജി, C അഷ്റഫ് ഹാജി, EKC അബ്ദുള്ള ഹാജി, MA നാസർ സാഹിബ്, വിംഗ് സംഘടിപ്പിക്കുന്ന അബ്ദുൽ ഖാദർ ടി സാഹിബ്, മജീദ് TK, C ഷാഹുൽ ഹമീദ്, ഹനീഫ്, ഹസീബ് തുടങ്ങി ഈ പരിപാടിയുമായി നമ്മോടൊപ്പം വേദിയിലും സദസ്സിലുമുള്ള തർബിയയുടെ പ്രഗത്ഭരായ പ്രവർത്തകന്മാരെ, വോളണ്ടിയർമാർ, സംഘാടകർ, അഭ്യന്തരായ സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ പദ്ധതികളൊക്കെയും എൻ്റെ അഭ്യന്തനായ സുഹൃത്ത് മുനീർ ഹുദവി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന മഹല്ലുകളിലൊന്നാണ് കൈതക്കാട് മഹല്ല്. അദ്ദേഹത്തിന്റെ ശ്രമഫലങ്ങൾ ഒരുപാട് മഹല്ലുകൾക്ക് വലിയ വെളിച്ചമായിട്ടുണ്ട് എന്നതിന്റെ ഒരടയാളമാണ് കൈതക്കാടിന് വേണ്ടി മിഷൻ 2020 എന്ന ബഹുമുഖമായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പൊതുജന സേവനത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും നമ്മുടെ മഹല്ല് നിവാസികളുടെ എന്ത് പ്രയാസവും ആവശ്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ഒരു ഓഫീസ് നമ്മുടെ ഈ സ്കൂൾ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിലേറെയൊക്കെ വളരെ ഗംഭീരമായി നമ്മുടെ ജുമുഅ മസ്ജിദ് വളരെ തലയെടുപ്പോടുകൂടെ ബൃഹത്തായൊരു പദ്ധതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം, ദുബൈയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്,
കുവൈറ്റിലുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബുണ്ട്, തുടങ്ങി നമ്മുടെ TKC അബ്ദുൽ ഖാദർ ഹാജി. ഇവിടുത്തെ പള്ളി ഉദ്ഘാടനം ചെയ്യാനായോ, പൂർത്തിയായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടുകാരായ സുഹൃത്തുക്കളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കാണാൻ കഴിഞ്ഞു, പൂർത്തിയായില്ല, ആവാനിരിക്കുന്നു. ഡിസംബറിലോ ജനുവരിയിലോ അതിന്റെ ഉദ്ഘാടന കർമ്മം പണക്കാട് സയ്യിദന്മാരിൽ വന്ന് നിർവഹിക്കാൻ ഇരിക്കുകയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. സർവശക്തനായ അല്ലാഹു ഈ ഒരുമയും ഐക്യവും എല്ലാ മഹല്ലുകളിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം അതൊരു ചെറിയ വിഷയമല്ല. മഹല്ലുകളിൽ ഭിന്നിപ്പും, പള്ളിക്ക് മുമ്പിൽ തന്നെ പള്ളിയും, ജുമഅ ഉള്ളിടത്ത് തന്നെ വേറെ ജുമഅയും, ബാങ്ക് കൊടുക്കുന്ന പള്ളിക്ക് മുമ്പിൽ തന്നെ വേറെ ബാങ്കും, മദ്രസക്ക് മുമ്പിൽ തന്നെ വേറെ മദ്രസയും, പള്ളികൾ പൂട്ടലും ഖുതുബ നിർത്തിവെക്കലും, ജുമഅ നിസ്കാരം തടസ്സപ്പെടലും, ഇതൊക്കെയാണ് ഒരുപാട് മഹല്ലുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിഭിന്നമായി വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമ്മുടെ മഹല്ലിൽ വ്യവസ്ഥാപിതമായ ഒരു ദർസ് സംവിധാനത്തോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ഹനീഫ് ദാരിമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വളരെ സുഭദ്രമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. അല്ലാഹുവേ, ഇത് ലോകാവസാനം വരേക്കും ഇവിടെ കൈതക്കാടും പരിസര പ്രദേശങ്ങളിലും കേരളീയ മഹല്ലുകളിലും രാജ്യത്തൊന്നാകെയും സർവശക്തനായ അല്ലാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ മിഷൻ 2020 എന്റെ സുഹൃത്ത് മുനീർ ഹുദവി നിങ്ങളുമായി കൂടിയിരുന്ന നിങ്ങളുടെയൊക്കെ നമ്മുടെ രാജ്യത്തിന് ഉപയുക്തമായ രീതിയിൽ കർമ്മ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഫിനിഷിംഗ് സ്കൂൾ ഇതോടൊപ്പമുണ്ട്. നമ്മുടെ മഹല്ലിലെ 6 ഇടാനോ അങ്ങനെ പലിശയുമായി ബന്ധപ്പെടുന്ന ഏർപ്പാടുകളൊക്കെ വളരെ കൂളായി നടക്കുന്ന ഒരു കാലമാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വർണ്ണം ഉണ്ടല്ലോ, കൊണ്ടുപോയി പൈസ കിട്ടുമല്ലോ. സംഭവം പലിശയുമായുള്ള ഇടപെടലാണ്. അത്തരം അപകടങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ മഹല്ലിൽ നമുക്കൊരു പലിശരഹിത വായ്പാ പദ്ധതി ഉണ്ടാക്കിയത്, രൂപപ്പെടുത്തിയത് അൽഹംദുലില്ലാഹ് അതൊരു വലിയ നേട്ടമാണ്. ശിഹാബ് തങ്ങൾ മംഗല്യനിധി നമ്മുടെ പരിസരത്തുള്ള കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് മഹല്ലിൽ വളരെ ഗംഭീരമായി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തർബിയത്തിന്റെ കീഴിൽ ഇവിടെയും ഇൻഷാ അല്ലാഹ് ഉണ്ട് ആശ്വാസ് എന്ന് പറഞ്ഞു. കൂടെ തർബിയ കുടിവെള്ള പദ്ധതിയുണ്ട്. മലിനമായ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉണ്ടാവാൻ കാരണമെന്ന് നമുക്കറിയാം. 4 സെന്റ് ഭൂമിയിൽ ഓരോരോ വീട്, ഓരോ വീട്ടിലും കിണറും ടോയ്ലറ്റും അതിന്റെ സെപ്റ്റിക് ടാങ്കുകളും അതിന്റെ ഡ്രൈനേജുകളും ഒക്കെ കൂടിക്കലർന്ന് നമുക്ക് ശുദ്ധവെള്ളം ലഭ്യമല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൈതക്കാട് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ കടലിനോട് ചേർന്ന് കിടക്കുന്ന നിരപ്പായ സ്ഥലങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഈർപ്പം നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. എന്തായിരുന്നാലും ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. എല്ലാവർക്കും ശുദ്ധവെള്ളം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിൽ തന്നെ സ്ഥായിയായ ജാരിയായ സ്വതക്ക, കിണർ കുഴിച്ചു കൊടുക്കുന്ന പദ്ധതി നിബിതങ്ങൾ തുടങ്ങി വെച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ കുടിവെള്ള പദ്ധതി അടക്കം സംഘടിതമില്ലേ